നമുക്ക് ആദർശിന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് കനക നയനയ്ക്ക് ഇഷ്ടപ്പെട്ട ഉണ്ണിയപ്പം ഉണ്ടായിക്കൊണ്ട് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു കഴിക്കും മോളേന്ന് പറയണ. അങ്ങനെ നയന ഇത്തിരി കഴിച്ചു നോക്കിയിട്ട് പറഞ്ഞു, ആ കൊള്ളാം, സൂപ്പർ ആയിട്ടുണ്ടമ്മേ, നല്ല രുചിയുണ്ട്. അത് കേട്ടപ്പോ കനക പറഞ്ഞു, അതെ, ഇവിടെ ഒരുത്തിയുണ്ട്, അവൾക്ക് ഇതിനോടൊന്നും ഒരു താല്പര്യം ഇല്ല, അവളിതൊന്നും കഴിക്കത്തൊന്നുമില്ല. ഞാൻ പിന്നെ ഇതെല്ലാം ഉണ്ടാക്കി വെച്ചാലും പിന്നെ ഞാനും ഗോവിന്ദേണ്ട അടുത്ത് കഴിച്ച് തീർക്കത്തുള്ളൂ. അവൾ ആ രാകേഷിന്റെ വിഘ്നേഷിന്റെ ഒപ്പം പോയി എന്തൊക്കെയോ വാരി വരച്ച് എന്നിട്ട് വരും. അതെ, അവള് പണ്ടത്തെ പോലൊന്നും അല്ലല്ലോ അമ്മേ, ഇപ്പൊ ജോലിക്കാരിയല്ലേ? അതെ അതെ, ജോലിക്കാരിയൊക്കെ തന്നെയാ. ശമ്പളം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നേരെ അച്ഛന്റെ കയ്യിൽ കൊണ്ടേ കൊടുക്കും. അച്ഛൻ അതിനകത്തുനിന്ന് വല്ല 10-500 എടുത്തിട്ട് ബാക്കി അത് അവളുടെ കയ്യിൽ തന്നെ തിരിച്ചേൽപ്പിക്കുന്നു പറഞ്ഞു. അപ്പോഴേക്കുമാണ് ഒരു പോലീസ് ജീപ്പിന്റെ ഓണടി കേട്ടെ നന്ദു വന്നതാ. അങ്ങനെ നന്ദു അങ്ങോട്ട് വന്ന് കയറി കഴിഞ്ഞപ്പോ കനക പറഞ്ഞു, അതെ ഇതേ ഉണ്ണിയപ്പം കഴിക്കാൻ പറയാണ്. അത് കേട്ട് കഴിഞ്ഞപ്പത്തേന് നന്ദു ഓർമ്മ എടുത്താൻ കഴിച്ചു. അപ്പോഴേക്കും പറഞ്ഞു, ഓ നിനക്കിതൊന്നും വേണ്ടല്ലോ, നീ ആ രാകേഷിന്റെ വിഘ്നേഷിന്റെ ഒപ്പം പോയി കഴിക്കുവല്ലേ ചെയ്യുന്നേ. ആ അത് ശരിയാ, എനിക്ക് ശമ്പളം ഉണ്ടല്ലോ, ഞാനതും കൂടെ അടിച്ചു പൊളിച്ച് അങ്ങ് തീർക്കും. ആ സമയം നയന പറഞ്ഞ, ആ കൊള്ളാം കൊള്ളാം, ശമ്പളം ഉണ്ടെന്നും പറഞ്ഞോണ്ട് അടിച്ചു പൊളിച്ച് തീർത്തിട്ട് കാര്യമില്ല നന്ദു. അപ്പോഴേക്കും നന്ദു പറഞ്ഞ, പിന്നെ ഒരു സന്തോഷ വാർത്തയുണ്ട്. സന്തോഷ വാർത്ത? അതെന്താ? ഹബിയുണ്ടല്ലോ, അവന് റിമാൻഡ് ചെയ്തെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പം നയന പറഞ്ഞു, നമുക്ക് സന്തോഷ വാർത്തയാ, പക്ഷേ വേറെ ചിലർക്ക് കേൾക്കുമ്പോൾ ഇതൊരു ദുരന്ത വാർത്തയായിരിക്കും, നവ്യേച്ചിക്കും അപ്പച്ചിക്കും ഒക്കെ. കനക പറഞ്ഞു, എത്ര വലിയ ദുരന്ത വാർത്തയാണെങ്കിലും ശരി, ഇത് പക്ഷെ നമുക്ക് സന്തോഷമുള്ള കാര്യമാ. കോന്ന് പറഞ്ഞു, അവനെ പോലെ ഒരുത്തന് ഇതുപോലെ തന്നെ കിട്ടണം. അപ്പോഴേക്കും നന്ദു പറഞ്ഞു, എത്രയെന്ന് വെച്ചാൽ അച്ഛൻ ക്ഷമിക്കുന്നേ, ഒരു തെറ്റാണോ അവൻ ചെയ്തത്? സ്വർണ്ണക്കടത്ത് അത് പോരാഞ്ഞിട്ട് അനുകേച്ചിയെ കൊല്ലാൻ ശ്രമിച്ചില്ലേ? അതോടൊപ്പം തന്നെ അവൻ എന്തൊക്കെ കാര്യങ്ങളാ ചെയ്തു കൂട്ടിയത് ആ അനാമികമായിട്ട് ചേർന്ന്. കാരണം അനന്തപുരി തറവായിട്ട് നിറക്കി വിട്ട അവളെ, എന്നിട്ടും അനാമികമായിട്ട് ചേർന്നിട്ട് വീണ്ടും ഓരോ ക്രൂരതകളൊക്കെ ചെയ്തു കൂട്ടാനാ ശ്രമിച്ചേ. അങ്ങനെയുള്ള ഒരുത്തനെ വെറുതെ വിട്ടിട്ട് കാര്യമുണ്ടോ? കനക പറഞ്ഞു, നവ്യയുടെ ജീവിതമാ, പക്ഷെ നവ്യയോട് എത്ര പറഞ്ഞിട്ട് തലയെ കയറുന്നില്ല. ഇനിയിപ്പം നമ്മൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവൾക്ക് കുറ്റമായിട്ട് തോന്നത്തുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയാനായിട്ടാ? പറഞ്ഞാലും അവളുടെ തലയിലേക്ക് വല്ലതും കേറുവോ? അതെ, ഞാൻ പോയി ചായ എടുക്കാം എന്നൊക്കെ പറഞ്ഞ് കനക അകത്തേക്ക് പോയി. ഈ സമയത്ത് നന്ദു പറഞ്ഞു, പലപ്പോഴും എന്റെ നാവ് ചൊറിഞ്ഞു വന്ന സത്യങ്ങളൊക്കെ വിളിച്ചു പറയാനായിട്ട്. എന്റെ നയനേച്ചി, അവളുടെ സത്യാവസ്ഥ അങ്ങ് തുറന്നു പറഞ്ഞാൽ എന്താ? ആദർശൻ നീ കുറ്റപ്പെടുത്തുന്ന അങ്ങ് നിർക്കൂലോ. അതറിയത്തില്ലാഞ്ഞിട്ടല്ല മോളെ, പിന്നെ നവ്യേച്ചിയുടെ ജീവിതത്തെക്കുറിച്ച് ഓർത്തിട്ട് മാത്ര എങ്ങനെയായി തീരൂന്നൊക്കെ ഓർത്തിട്ട്. നവ്യേച്ചിക്കും കുഞ്ഞിനും എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കത് തീരാ വേദനയായിട്ട് മാറും. ഗോവിന്ദൻ പറഞ്ഞു, അത് ശരി തന്നെയാ. നന്ദു പറഞ്ഞു, എന്നും പറഞ്ഞ് നമ്മൾ എത്ര കാലം നവ്യേച്ചി ഇത് മൂടി വെച്ചോണ്ടിരിക്കുന്നേ? അതിനനുസരിച്ച് നവ്യേച്ചിയുടെ സ്വഭാവത്തിൽ മാറ്റം വരുന്നതല്ലാതെ എന്തെങ്കിലും ഇത് കാര്യം നടക്കുന്നുണ്ടോ? ഇപ്പൊ തന്നെ കണ്ടില്ലേ, ഈ ഒരു പ്രശ്നം പറഞ്ഞോണ്ട് അവന്റെ കുറ്റങ്ങൾ എന്താ ഏതാന്നും നവ്യേച്ചി ഇതുവരെ ആയിട്ടും അന്വേഷിക്കാനൊന്നും പോയിട്ടില്ല. നമ്മൾ എന്തോ വലിയ തെറ്റ് ചെയ്തെന്നുള്ള മട്ടില്ല. ഇപ്പൊ ഞാനാണ് നവ്യേച്ചിയുടെ നമ്പർ 1 ശത്രു എന്ന് നന്ദു പറയാ. അപ്പോഴേക്കും നയന പറഞ്ഞു, അതൊന്നും സാരമില്ല, എന്നെ ശത്രു ലിസ്റ്റിലെപ്പെടുത്തിയിരിക്കണേ, അതൊന്നും ഞാൻ അത്ര കാര്യമായിട്ട് എടുക്കുന്നൊന്നുമില്ല. ഇനിയിപ്പം അനന്തപുരിയിൽ എന്തൊക്കെ നടക്കുമെന്ന് അറിയത്തില്ല. മിക്കവാറും ആ അപ്പച്ചിയുമായിട്ട് ചേർന്നിട്ട് നവ്യേച്ചി എന്തേലുമൊക്കെ പരിപാടി ഒപ്പിക്കും. ഇനിയിപ്പോ അബിയും കൂടെ പുറത്തിറങ്ങി വന്ന അതോടുകൂടി തീർന്നെന്ന് പറയണം. നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു നയനിക്ക് നവ്യയുടെ കാര്യം ഓർത്തിട്ട്. ഇതേ സമയം നവ്യ മുറിയിൽ ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കുകയാണ്. ജലജ അപ്പോഴേക്കും അങ്ങോട്ടേക്ക് വന്നു. ജലജ വന്നിട്ട് പറഞ്ഞു, നീ ഇങ്ങനെ ഇവിടെ കരഞ്ഞോണ്ടൊന്നും ഇരുന്നിട്ട് കാര്യമില്ലാന്ന് പറഞ്ഞു. അപ്പോഴേക്കും നവ്യ പറഞ്ഞു, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലമ്മേ. അതെ, ഒരു സ്റ്റേഷൻ ജാമ്യം കിട്ടേണ്ട കേസം ഉണ്ടായിരുന്നുള്ളൂ അവന്, പക്ഷെ അതങ്ങോട്ട് ഊതി പെരിപ്പിച്ച് ഇപ്പൊ കണ്ടില്ലേ അവനെ ജയിലിലേക്ക് പറഞ്ഞു വിട്ടിരിക്കുന്നേ. ഇതങ്ങനെ എനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഞാനാണെങ്കിൽ നവീനെ വിളിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയെങ്കിലും അവനെ പുറത്തിറക്കാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടിയിട്ട്, പക്ഷെ അവൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും നവ്യ പറഞ്ഞു, എന്റെ ക്ലാസ്മേറ്റ് അല്ലേ അവന്, അപ്പൊ അവനെ ഞാനും വിളിച്ചിട്ടുണ്ടായിരുന്നു, അവൻ ഈ കേസ് ഏറ്റെടുക്കില്ല എന്ന് പറഞ്ഞു. എങ്ങനെ ഏറ്റെടുക്കാനാ മോളെ? ആദർശ് വിലക്കിയിട്ടുണ്ടായിരിക്കും ഈ കേസ് ഏറ്റെടുക്കലെന്നും പറഞ്ഞോണ്ട്. ഒരു കാരണവശാലും അബി പുറത്തിറങ്ങലെന്ന് കരുതുന്നവരാണല്ലോ അവരൊക്കെ. അപ്പോഴേക്കും നവ്യ എഴുന്നേറ്റിട്ട് പറഞ്ഞു, എന്റെ അനുജത്തി ഉണ്ടല്ലോ നന്ദു, അവൾ ഒറ്റ ഒരുത്തി കാരണ ഈ പ്രശ്നം ഇത്രയും രൂക്ഷമായത്. അവളുടെ കയ്യെ പോയി ഞാൻ പിടിച്ച അബിയെ ജയിലിലേക്ക് പറഞ്ഞു വിടലെന്ന്, അവന് ജാമ്യം കൊടുക്കണമെന്ന്. പക്ഷെ അവൾ അത് കേട്ടില്ല. ആ സമയത്ത് ജലജ പറഞ്ഞു, മോളെ നീ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ അവഗണന ഞങ്ങൾ ഇപ്പോഴല്ല സഹിക്കുന്നത്, മുമ്പേ സഹിക്കുന്ന. നീ ഈ വീട്ടിലേക്ക് വരുന്നതിന് മുമ്പ് ഞാനിത് പറഞ്ഞിട്ട് നീ ഇത് വിശ്വസിച്ചോ? ഇല്ലല്ലോ. ഇപ്പൊ എങ്ങനെയുണ്ട്? അന്നൊക്കെ പക്ഷെ അബിയെ ഓരോന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തുമായിരുന്നെങ്കിലും ഇങ്ങനെ ഇന്ന് വരെ ജയിലിലൊന്നും കയറ്റിയിട്ടൊന്നുമില്ല. പക്ഷെ ആദ്യമായിട്ടാ ജയിലിൽ കയറ്റിയത്, അതും നിന്റെ അനീജത്തി കാരണം മാത്രം അവൻ ജയിലിൽ കയറേണ്ടി വന്നേ. ഇപ്പൊ തന്നെ കണ്ടില്ലേ
ന്യൂസിനകത്തൊക്കെ വാർത്ത വരാനായിട്ട് തുടങ്ങി. അഭി ജയിലില്ല എന്നുള്ള കാര്യം. ഇനി എന്തൊക്കെയാവും, പുറത്തിറങ്ങി നടക്കാൻ പറ്റുമോ? അവൻ തിരികെ വന്നിട്ടുണ്ടെങ്കിൽ അവന്റെ ജോലി കളയും ആദർശ്. നവ്യ പറഞ്ഞു, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം നീ നവ്യക്കറിയാം. എന്റെ മോളെ, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളെല്ലാരും ശത്രുക്കളായിട്ട് ഈ വീട്ടിലുള്ളവർ കാണുന്നേ. അല്ലെങ്കിൽ ആദർശ് ഇതിനേക്കാളും വലിയ തെറ്റ് ചെയ്താ. എന്നിട്ടോ ആദർശിനെ വല്ലതും ചെയ്തോ? ആരെങ്കിലും എന്തേലും ചെയ്തോ? ആദർശിന്റെ ഒപ്പം അല്ലേ ആ നവീൻ വരെ നിൽക്കുന്നേ. എന്നിട്ടിപ്പൊ എന്താ? നമ്മളൊക്കെ വെറുതെക്കാരായി പോയില്ലേ മോളെ. ഇതിങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല. എന്തെങ്കിലും ചെയ്തേ മതിയാവുള്ളൂ. ഈ കുടുംബത്തിലുള്ളവരെല്ലാം ഒറ്റക്കെട്ടായിട്ട് നമുക്കെതിരെ നീക്കൊണ്ടിരിക്കുക. നവ്യ പറഞ്ഞു, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാമേ. ഞാനിതങ്ങനെ വെറുതെ വിടാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല. ഒരു കാരണവശാലും എന്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ നന്ദു അനിയും തമ്മിലുള്ള വിവാഹം നടക്കില്ല. അവൾ ഈ വീട്ടിലേക്ക് കയറി വരാനായിട്ടിരിക്കുമല്ലേ. അവള് കയറി വരുന്ന എനിക്കൊന്ന് കാണണം. ഈ നവ്യ ആരാന്ന് അവൾ അറിയാനായിട്ട് പോകുന്നുള്ളൂ. അല്ലെങ്കിലും ഇങ്ങനെയൊക്കെ തന്നെയാ. കുഞ്ഞുനാളിന് മുതൽ അവളും നയനും തമ്മിലായിരുന്നു അടുപ്പം. എന്നോട് അത്ര അടുപ്പവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ കണ്ടില്ലേ, വീണ്ടും അങ്ങനെ തന്നെ ആയി. പക്ഷെ ഇത് ഒരു കാരണവശാലും ഞാൻ ആരുടെ മുന്നിലും തോറ്റു കൊടുക്കാനൊന്നും പോകുന്നില്ല. അപ്പോഴേക്കും ജലജ പറഞ്ഞു, തോറ്റു കൊടുക്കല്ല മോളെ. ഇതോടെ നമ്മൾ തോൽപ്പിക്കാന്നായിരിക്കും അവരുടെ മനസ്സിലെ ചിന്ത. അതൊരു കാരണവശാലും നടക്കരുത് എന്നൊക്കെ പറഞ്ഞ് നവ്യയുടെ മനസ്സിലേക്ക് കുറച്ച് വിഷം കുത്തി നിറച്ചിട്ടാണ് ജലജ അങ്ങോട്ട് പോകുന്നത്. ജലജയുടെ ആഗ്രഹം അതായിരുന്നു, നവ്യ എങ്ങനെയെങ്കിലും തിരിക്കണം. നവ്യയ്ക്കും നന്ദുവിനും ഒക്കെ, നയനയ്ക്കും നന്ദുവിനും ഒക്കെ എതിരെ. അങ്ങനെ അത് വിജയിക്കുവാണ്. ഇത്തിരി കഴിഞ്ഞപ്പം ആദർശ് ഹാളിലേക്ക് വരുമ്പോഴത്തേനും ജാനകി അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, അതെ ഞാൻ നിനക്കുള്ള പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് കേട്ടപ്പോ ആദർശിന് ഒരു അത്ഭുതമായിരുന്നു. ആദർശ് പറഞ്ഞു, ഇളയമ്മയ്ക്ക് ഇത് എന്ത് പറ്റി? കുറച്ച് കാലങ്ങളായിട്ട് ഇളയമ്മ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. എന്റെ കാര്യങ്ങളൊന്നും നോക്കാറില്ലായിരുന്നു. നേരത്തെ എന്റെ കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ നോക്കിക്കൊണ്ടിരുന്ന ഇളയമ്മയായിരുന്നു. പക്ഷേ എങ്കിൽ ഇടക്കാലം കൊണ്ട് ഇളയമ്മ ആകെപ്പാടെ മാറിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ജാനകി പറഞ്ഞു, അതൊക്കെ ശരി തന്നെയാ. ഞാൻ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. പക്ഷെ വേറൊരു കാര്യമുണ്ട് മോനെ. ഒരു കാരണവശാലും ആ നന്ദു എന്ന് പറയുന്നവള് ഇങ്ങോട്ട് കയറി വരില്ല. ഇത് കേട്ടുകഴിഞ്ഞപ്പം ആദർശ് പറഞ്ഞു, അത് പിന്നെ ഇളയമ്മേ, അനിയുടെ മനസ്സിൽ ഇപ്പോഴും നന്ദു തന്നെയാണ്. അപ്പൊ പിന്നെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? പറ്റണം. കാരണം ഇനിയിപ്പൊ അവര് തമ്മിൽ ഒന്നിച്ചിട്ടുണ്ടെങ്കിൽ ശരിയാകത്തില്ല. ഒരു വീട്ടിൽ നിന്ന് തന്നെ 3 മരുമക്കള് ഈ വീട്ടിൽ വേണ്ടാന്ന് പറയണം. ആദർശ് പറഞ്ഞു, അതിനിപ്പം നമ്മൾ എന്ത് ചെയ്യാനാ? അവർ തമ്മിൽ പരസ്പരം ഇഷ്ടമാണെങ്കിൽ അത് നടത്തി കൊടുക്കുന്നല്ലേ. അല്ലെങ്കിൽ ഒരു പക്ഷെ ഇനി വേറൊരു ബന്ധം എനിക്ക് ആലോചിച്ചിട്ടുണ്ടെങ്കിൽ ആ വരുന്ന പെൺകുട്ടിയെ അനാമിയെ പോലെയല്ലെന്ന് ആര് കണ്ടു? ജാനകി പറഞ്ഞു, എല്ലാരും അനാമികയുടെ സ്വഭാവമുള്ളവരാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഞാനൊരു കാര്യം തീരുമാനിച്ചു. എന്റെ ബന്ധത്തിൽപ്പെട്ട ഏതെങ്കിലും പെൺകുട്ടിയാണെങ്കിൽ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി എളുപ്പം. കാരണം അവരെ കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാലോ. അങ്ങനെ ആ വഴിക്ക് ഇങ്ങാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ ഒരു ബന്ധം കൊണ്ടുവരുവാണെങ്കിൽ എനിക്ക് നല്ലതല്ലേ. ആ സമയം ആദർശ് പറഞ്ഞു, അല്ല ഇനിയിപ്പം അമ്മായിയുടെ മനസ്സ്, ഇളയമ്മയുടെ മനസ്സിൽ അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ. അങ്ങനെ തന്നെ ആലോചിച്ചോ. എനിക്ക് ഇതിനകത്ത് ഇനി കൂടുതലൊന്നും പറയാനില്ല എന്ന് പറഞ്ഞിട്ട് ആദർശ് അങ്ങോട്ടേക്ക് പോയി. ആദർശിന് വിഷമമുണ്ട്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതിനുശേഷം ആദർശ് നേരെ പോയത് ദേവേനയുടെ മുറിയിലേക്കാണ്. ദേവേനോട് പറഞ്ഞു, അതെ ഇപ്പോഴിളയമ്മയ്ക്ക് നല്ല മാറ്റമുണ്ട്. ഇപ്പോഴെന്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അത് കേട്ടപ്പോ ദേവേന് പറഞ്ഞു, അതെ ഈയിടെയായിട്ട് അവൾക്ക് കുറച്ച് മാറ്റമുണ്ട്. അനാമികയുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷമാണ് ഈ മാറ്റം വന്നിരിക്കുന്നത്. ആദർശ് പറഞ്ഞു, മാറ്റമൊക്കെ വന്നു. പക്ഷെ നന്ദുവിന്റെ കാര്യത്തിൽ ഇപ്പോഴും ഒരു മാറ്റം വന്നിട്ടില്ല. നന്ദു ഈ കുടുംബത്തിലേക്ക് വരണ്ടെന്നാ പറഞ്ഞേ. ഒരു കുടുംബത്തിൽ നിന്ന് തന്നെ 3 മക്കള് ഈ കുടുംബത്തിന്റെ മരുമകളാകണ്ടെന്ന്. അത് കേട്ടപ്പോ ദേവേന് പറഞ്ഞു, അവള് പറയുന്നതിലും കാര്യമുണ്ട്. പക്ഷെ അതെന്താമ്മ നമുക്ക് തോന്നാത്തെ? എനിക്ക് എന്തായാലും നന്ദു ഈ വീട്ടിലേക്ക് വരണമെന്ന് തന്നെയാണ് ആഗ്രഹം. ദേവേന് പറഞ്ഞു, എനിക്കും അത് തന്നെയാ. കാരണം നന്ദുവിന്റെ സ്വഭാവം നല്ലതാണല്ലോ, അതുകൊണ്ടാ. ഇനിയിപ്പം അനിയോട് ഈ കാര്യം എങ്ങാനും പറഞ്ഞാൽ തീർന്നു. ഇപ്പോഴും വലിയ കുഴപ്പമില്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ജൂലറിയുടെ കാര്യങ്ങളൊക്കെ തന്നെയാണെങ്കിലും അവൻ നല്ല ഭംഗിക്ക് നോക്കുന്നുണ്ട്. ദേവേന് പറഞ്ഞു, അതെ മുമ്പ് ഇങ്ങനെയൊന്നും ആയിരുന്നില്ലോ. എനിക്കൊരു പ്രതീക്ഷയില്ലായിരുന്നമ്മേ അവനെ ജൂലറി ഏൽപ്പിക്കുന്ന സമയത്ത് അവൻ നല്ല രീതിയിൽ ചെയ്യൂന്ന്. പക്ഷേങ്കിൽ ഇപ്പോഴങ്ങനെയല്ല. അവന് ഏൽപ്പിച്ചിരിക്കുന്ന 3 ബ്രാഞ്ചിന്റെ മേൽനോട്ടം അതിഗംഭീരമായിട്ട് നടത്തുന്നുണ്ട്. ഇപ്പൊ എന്നെക്കാളും എടുക്കുന്ന അവന്. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അവന് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുള്ള കാര്യം എനിക്കറിയാം. മൊത്തം ബ്രാഞ്ചിന്റെ മേൽനോട്ടം വേണേ അവനെ ഏൽപ്പിക്കുകയും ചെയ്യാം. പക്ഷെ ഒരു കാര്യമുണ്ട്, അതിന്റെ ഇടയ്ക്ക് കല്യാണക്കാരും എടുത്തിട്ട് അവന്റെ മനസ്സ് ഇനിയിപ്പോ ഒന്നുകൂടെ മുറിവേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും അങ്ങ് തകർന്നു പോകും. തൽക്കാലത്തേക്ക് ഇതിങ്ങനെ അങ്ങോട്ട് മുന്നോട്ട് പോട്ടെ. കല്യാണക്കാര്യം പറഞ്ഞുകൊണ്ട് അവന്റെ മുന്നിലേക്ക് ചെല്ലാതിരിക്കുന്ന ഭേദം. അവനൊന്ന് പച്ച പിടിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ആദർശൻ ദേവേനോട് പറയുന്നുണ്ട്. കാരണം ഇപ്പൊ കല്യാണക്കാരുമായിട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷെ അനിയുടെ മനസ്സിനെ അത് നന്നായിട്ട് വേദനിപ്പിക്കും. പിന്നെയും അനി വീണ്ടും പഴയതുപടി ആകുമോ എന്നൊരു സന്ദേഹം അവർക്കുണ്ടായിരുന്നു. അതേസമയം നയനയും കനയും ഗോവിന്ദനും നന്ദും ഒക്കെ സംസാരിക്കുകയാണ്. അപ്പോഴേക്കും
നയന പറഞ്ഞു. ശരിക്കും പറഞ്ഞാല് അവൻ ജയിലിൽ കയറിയത് നമുക്ക് എല്ലാവർക്കും ഒരു സന്തോഷമുള്ളൊരു കാര്യം തന്നെയാ. ഗോവിന്ദൻ പറഞ്ഞു. അതെ, അവൻ കുറച്ചു കാലം അവിടെ കിടക്കണം, അത്രയും ദിവസമെങ്കിലും നവ്യയ്ക്ക് ഒരു ആശ്വാസത്തോടെ കഴിയാലോ. നയന പറഞ്ഞു. അതൊക്കെ ശരി തന്നെയാ, നമ്മൾ നോക്കുമ്പോ അങ്ങനെ തന്നെയാ. പക്ഷെ നവ്യേച്ചിയുടെ സ്വഭാവം അറിയാലോ, പഴയ സ്വഭാവത്തിലേക്ക് വീണ്ടും നവ്യേച്ചി തിരിച്ചു പോയിക്കൊണ്ടിരിക്കുക. നമ്മൾ എന്തോ വലിയ തെറ്റ് ചെയ്തിട്ടുണ്ട് നവ്യേച്ചിയോട് എന്നുള്ള രീതിയിലാണ് നവ്യേച്ചിയുടെ പെരുമാറ്റമൊക്കെ. കാരണം നമ്മൾ കാരണമാണ് അഭി ജയിലിൽ പോയത്. അഭി ഒരു തെറ്റും ചെയ്തിട്ടില്ല, അവൻ പുണ്യാളനാന്നും പറഞ്ഞ് നടക്കുമല്ലേ. കനക പറഞ്ഞു. അവന്റെ പുണ്യാളൻ ഞാനൊന്നും പറയണില്ല. അങ്ങ് ചെന്നിട്ട് ആ ജയിലിൽ ചെന്നിട്ട് അവന്റെ കർണം തീർത്ത് രണ്ടെണ്ണം പൊട്ടിക്കാൻ എനിക്ക് തോന്നുന്നുണ്ട്. കാരണം അത്രയൊക്കെ കൊള്ളരുതായ്മകളല്ലേ അവൻ ചെയ്തു കൂട്ടി വെച്ചേ. എല്ലാത്തിനും ഒരു പരിധി ഉണ്ടല്ലോ മോളെ, എത്രയെന്ന് വെച്ചാൽ സഹിക്കുന്നേ. അപ്പോഴേക്കുമാണ് പുറത്തൊരു കാറ് വന്നിരിക്കുന്നത്. അതിനകത്തൊന്ന് നവ്യ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുവാണ്. അതാരും പ്രതീക്ഷ കാര്യമായിരുന്നില്ല. അതേ സമയത്ത് നവ്യ ദേഷ്യപ്പെട്ട് അകത്തേക്ക് അങ്ങോട്ട് കയറി വരുവാണ്. അങ്ങനെ നവ്യ വന്നിട്ട് പറഞ്ഞു. ഓ, എല്ലാരും കൂടെ സന്തോഷം പങ്കിടുമായിരിക്കും എന്റെ അഭിയെ ജയിലിലാക്കിയതിന്റെ അല്ലേ, നാണമുണ്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ. അപ്പോഴേക്കും കനക പറഞ്ഞു. മോളെ, നീ വെറുതെ അനാവശ്യം പറയരുത്. മോളോ? ആരുടെ മോള്? നന്ദുവിന്റെ അടുത്തേക്ക് വന്നു. നന്ദുവിന്റെ അടുത്ത് എന്നിട്ട് നന്ദുവിന്റെ കോളറോട് കുത്തിപ്പിടിച്ചു. എന്നിട്ട് പറഞ്ഞു. ഇപ്പം നിനക്ക് സമാധാനമായല്ലോ എന്റെ അഭിയെ ജയിലിൽ കയറ്റി കഴിഞ്ഞപ്പം. ഇപ്പം ഞാനൊരു ജയിൽ പുള്ളിയുടെ ഭാര്യയാടി, എന്നെയും കൂടെ അങ്ങോട്ട് കൊല്ല എന്ന് പറഞ്ഞ് നന്ദുവിന്റെ കൈയെടുത്ത് സ്വന്തം കഴുത്തേലേക്ക് വെക്കാണ്. എന്നെയും കൂടെ നീ അങ്ങോട്ട് കൊന്നു തിന്നു, അപ്പൊ നിനക്ക് സമാധാനം ആവുമല്ലോ. നന്ദു പറഞ്ഞു. ചേച്ചി വെറുതെ അനാവശ്യം കാണിക്കരുത്. അനാവശ്യമോ? അനാവശ്യം അല്ലടി ഇത്. പിന്നെ ചേച്ചിയോ? നീ എന്റെ അങ്ങനെ വിളിക്കണ്ടേ. എന്റെ ഏറ്റവും വലിയ ശത്രുക്കള് ഇതേ ഈ നിൽക്കുന്ന നിങ്ങൾ രണ്ടുപേരും കൂടെ. അറിയാലോ, എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഇന്ന് ശാപം എന്ന് പറഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരുമാണ്. എനിക്കിങ്ങനെ രണ്ട് അനുജത്തിമാരില്ലടി എന്നൊക്കെ പറഞ്ഞോണ്ട് ദേഷ്യപ്പെടുവാണ്. അപ്പോഴേക്കും ഗോവിന്ദൻ പറഞ്ഞു. മോളെ, നീ എന്തൊക്കെ വർത്താനോ പറയണേ. എന്തൊക്കെ വർത്താനമാണോ? ഇപ്പൊ നിനക്ക് സമാധാനമല്ല എല്ലാവർക്കും കൂടെ എന്റെ അഭിയെ ജയിലിൽ കയറ്റി കഴിഞ്ഞപ്പം. കനക പറഞ്ഞു. അങ്ങനെ കേട്ടിട്ടുണ്ടെങ്കിൽ അവൻ അതിനുള്ള തെറ്റ് ചെയ്തിട്ടുണ്ട്. തെറ്റ് ചെയ്തിട്ടുണ്ട് പോലും. അപ്പം ഇതേ ഇവളുടെ ഭർത്താവ് ആദർശോ, അവൻ എന്നെ ഒരു തെറ്റും ചെയ്തിട്ടില്ലേ. എന്നിട്ടോ അവനെതിരെ ആരും എന്നാ ഒന്നും പറയാത്ത. എന്റെ ഭർത്താവ് തെറ്റ് ചെയ്തു, എന്റെ ഭർത്താവിനെ ജയിലിൽ കയറ്റി. ഇവളുടെ ഭർത്താവിനെ ഇപ്പൊ എല്ലാരും കൂടെ തലയെ കയറ്റി വെച്ചോണ്ടിരിക്കുവല്ലേ. എനിക്കറിയാത്തില്ലാത്ത ഒരു കാര്യമുണ്ട്. ശരിക്കും പറഞ്ഞാല് നിങ്ങളുടെ മകള് തന്നെയാണോ ഞാന്? അവിടെ അനന്തപുരിയില് ഈ പറയുന്ന എന്റെ അമ്മായിമ്മനെ ദത്തെടുത്താണ് അനന്തപുരിക്കാര്. അതുപോലെ തന്നെ ഇനിയിപ്പം എന്റെ അച്ഛനും അമ്മേനെ ദത്തെടുത്താണോ? ഞാനാണല്ലോ ഈ കുടുംബത്തിലെ മൂത്ത മകള്. ഒരു പക്ഷെ വല്ല കുട്ടികൾ ഉണ്ടാവാതിരുന്ന സമയത്ത് ദത്തെടുത്താണെന്ന് പോലും സംശയമുണ്ട്. കാരണം അതുപോലെയുള്ള പെരുമാറ്റം നിങ്ങൾ എന്നോട് കാണിക്കുന്നേ. എന്നോടും അബിയോടും എന്റെ കുഞ്ഞിനോടും നിനക്ക് ഒരു സ്നേഹമില്ല. പക്ഷെ ഉൾമാരെ എടുത്ത് തലയെ വെച്ചോണ്ടിരിക്കുന്നു. ആ സമയത്ത് നയന പറഞ്ഞു. ചേച്ചിക്ക് ചില തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ട്, അതുകൊണ്ടാ. എന്ത് തെറ്റിദ്ധാരണയടി? കൂടുതലൊന്നും നീ മിണ്ടണ്ട. നീ ഇവള് കൂടെ ഉണ്ടല്ലോ എന്നും ഒറ്റക്കെട്ടാ. ഞാൻ പണ്ടേ തൊട്ട് ഔട്ടാ. അങ്ങനെ ഒറ്റക്കെട്ടായിട്ടുണ്ടെങ്കിൽ അതിന് കാരണം ചേച്ചിയുടെ സ്വഭാവം നയന പറഞ്ഞു. എന്റെ സ്വഭാവം? ഇനിയിപ്പോ നീയൊക്കെ എന്റെ സ്വഭാവത്തെ പഠിച്ചാൽ മതി. ഞാനാണ് കാരണക്കാരില്ലേ, എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കണ്ട. പിന്നീട് നന്ദുവിന്റെ നേരെ തിരിഞ്ഞിട്ട് പറഞ്ഞു. അനന്തപുരിയിലേക്ക് കാലെടുത്ത് വെക്കാന്ന് കരുതി സന്തോഷിച്ചിരിക്കുക നീയില്ലേ. പക്ഷെ എന്റെ കൊക്കിന് ജീവനുണ്ടെ അത് നടക്കില്ലടി. എന്ത് ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം എന്നും പറഞ്ഞുകൊണ്ട് നവ്യ അങ്ങ് തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയപ്പോ ഗോവിന്ദൻ ചോദിച്ചു. മോളെ, നീ പോകുവാണോ? അല്ല, ഞാൻ പോകുന്നില്ല. ഞാൻ നിങ്ങളുടെ സൽക്കാരം സ്വീകരിച്ച് ഇവിടെ കിടക്കാം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇപ്പൊ നിങ്ങൾ എല്ലാവരും എന്റെ ശത്രുക്കളാണ്. നിങ്ങൾ ഇനി എനിക്ക് എന്റെ ശത്രുവായിട്ട് കാണാനായിട്ട് സാധിക്കുള്ളൂ. അതും പറഞ്ഞ് നവ്യെ പുറത്തേക്ക് ഇറങ്ങി അങ്ങോട്ട് പോവാണ്, ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട്. അപ്പോഴേക്കും നയന പറഞ്ഞു. കണ്ടില്ലേ നവ്യേച്ചിയുടെ സ്വഭാവം? ഇനിയിപ്പൊ ആ സ്വഭാവത്തിനൊരു മാറ്റം വരാൻ പോകുന്നില്ല. അതിനി ഇങ്ങനെ തന്നെ തുടരത്തുള്ളൂ. ഇനിയിപ്പൊ അത് മാറണമെങ്കിൽ സത്യങ്ങളൊക്കെ നവ്യേച്ചി അറിയുക തന്നെ ചെയ്യണം. കനക പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ സത്യങ്ങളൊക്കെ അങ്ങോട്ട് പറഞ്ഞാലോ? സത്യങ്ങൾ പറഞ്ഞാൽ എങ്ങനെ ശരിയാവുന്ന? അതോടുകൂടി നവ്യേച്ചിയുടെ ജീവിതം തകർന്നു പോകത്തില്ലേ? ഇങ്ങനെ തന്നെ അങ്ങോട്ട് പോട്ടെ, അതാ നല്ലത്. അല്ലെങ്കിൽ ഉണ്ടല്ലോ ഇനിയിപ്പൊ അത് അതിനേക്കാളും വലിയ പ്രശ്നമാവും. അതും പറഞ്ഞിട്ട് നയനെ അങ്ങോട്ട് കയറിപ്പോയി. എല്ലാവർക്കും നല്ല വിഷമം ഉണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോ ജലജയും ദേവേനിയും കൂടെ സംസാരിക്കുന്ന സമയത്ത് ദേവേനി പറഞ്ഞു. അവന് ഇത്രയും വലിയ കൊള്ളരുതായ്മല്ലേ കുടുംബത്തോട് കാണിച്ചേ. അവൻ ഈ കുടുംബത്തിലെ അംഗം തന്നെയല്ലായിരുന്നു, എന്നിട്ടല്ലേ? അപ്പോഴേക്കും ജലജ പറഞ്ഞു. അവൻ ഈ കുടുംബത്തിലെ അംഗമോ? ഇന്ന് വരെ അങ്ങനെ നിങ്ങൾ ഞങ്ങളെ കണക്ക് കൂട്ടിയിട്ടുണ്ടോ എന്ന് ചോദിക്കണം. അപ്പോഴേക്കുമാണ് ജാനകി അങ്ങോട്ടേക്ക് വരുന്നത്. ജാനകിയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ജലജ പറഞ്ഞു. ജാനകി, ആദർശ് ചെയ്തത്ര വലിയ തെറ്റൊക്കെ അഭി ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ. എന്നിട്ടാണ് അവനെ ജയിലിൽ കയറ്റിയിരിക്കുന്നത്. അപ്പോഴേക്കും ജാനകി പറഞ്ഞു. അത് ശരിയാ, അത്രയും വലിയ തെറ്റൊന്നും ചെയ്തിട്ടൊന്നുമില്ല. പക്ഷേങ്കില് അത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമില്ല ജലജ നിന്നോട്. ഈ സമയം ദേവേനെ പറഞ്ഞു. ആദർശ് തെറ്റ് ചെയ്തു പറയുന്നുണ്ട്. പക്ഷേങ്കില് ആദർശ് തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലെന്നൊക്കെ ഞങ്ങൾക്ക് നല്ല വ്യക്തമായിട്ട് അറിയാന്ന് പറയണം. അഭി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ അവന് കിട്ടിയത്.
ഇത് കേട്ടോണ്ട് വന്ന ആദർശ് പറഞ്ഞു, അതെ അത് 100% ശരിയാ അമ്മ പറഞ്ഞേ. അവൻ തെറ്റ് ചെയ്തു, അതിനുള്ള ശിക്ഷ കിട്ടി. അപ്പോഴേക്കും ജലജ ചോദിച്ചു, നീ എന്താ പിന്നെ പുണ്യാളനാണോ? നീ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നാണോ പറയണേ? അപ്പൊ നീ ചെയ്ത തെറ്റിനുള്ള ശിക്ഷയോ? ഉം. അപ്പോഴേക്കും നല്ല ദേഷ്യം വന്നു ദേവേനിക്ക്. ദേവേനി പറഞ്ഞു, അതെ ഞാൻ ആദർശിനെ ന്യായീകരിച്ച് പറയുന്നതല്ല, പക്ഷേങ്കില് അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ല ഇതൊക്കെ ഞങ്ങൾക്ക് നല്ല വ്യക്തമായിട്ടറിയാം. ഇനി അത് പറഞ്ഞാൽ മതിയല്ലോ. കുറച്ച് നാളായി എല്ലാരും കൂടെ ആദർശിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നേ. ആരെന്ത് പറഞ്ഞാലും ആദർശിനൊന്നും പറയാനായിട്ട് ഇവിടെ വേറെ ആരും സമ്മതിക്കുന്നില്ല. അതിന്റെ കാരണം എന്താന്ന് അറിയുക തന്നെ വേണം. ജാനകി പറഞ്ഞു, അത് ശരിയാ. ആദർശ് തെറ്റ് ചെയ്തില്ല എന്നൊക്കെ ഏട്ടത്തിയും പറയുന്നുണ്ട്. അതിന് കാരണം എന്താന്ന് അറിഞ്ഞേ മതിയാവുള്ളൂ. അപ്പോഴേക്കും ജലജ പറഞ്ഞു, വെറുതെ കള്ളത്തരം പറയണേ. ആദർശന് നിലനിൽപ്പല്ലേ ഇവര് നോക്കത്തുള്ളൂ. അതുകൊണ്ടല്ലേ ആദർശ് ഒരു കുഞ്ഞിനെ ഉണ്ടാക്കി ഇങ്ങോട്ട് വന്നിട്ട് പോലും ആദർശിന്റെ കുഞ്ഞിനെ ഇവിടെ എല്ലാരും എന്നാ സ്വന്തം കുഞ്ഞായിട്ട് കണ്ട് സ്നേഹിക്കുന്നേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് ജലജ പറയാണ്. ഒടുവിൽ ദേവേനിക്ക് ദേഷ്യം വന്നു. ദേവേനി ഇങ്ങ് ചാടി എഴുന്നേറ്റു. നിനക്കറിയണോ ആദർശ് തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലെന്ന് അറിയണം, ഞാൻ പറഞ്ഞു തരാടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എഴുന്നേക്കുമ്പോഴത്തേനും നവ്യ അങ്ങോട്ടേക്ക് വരുന്നത്. നവ്യ പറഞ്ഞു, എന്നാ പറ, ഞാനും കൂടെ ഒന്ന് കേൾക്കട്ടെ. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ആദർശ് ദേവേനിയെ നോക്കി കണ്ണടച്ച് കാണിച്ചു, ഒന്നും മിണ്ടല്ലെന്ന് പറയാണ്. ആ സമയത്ത് നവ്യ പറഞ്ഞു, എല്ലാവർക്കും ഇപ്പൊ സമാധാനമായി കാണുമല്ലോ എന്റെ അബിയെ ജയിലിൽ കയറ്റി കഴിഞ്ഞപ്പോ. എന്നിട്ട് നിങ്ങളുടെ മകൻ ഇത്രയും വലിയ തെറ്റ് ചെയ്തിട്ടും നിങ്ങളുടെ മകനെ നിങ്ങൾ ഇപ്പോഴും സപ്പോർട്ട് ചെയ്തോണ്ടിരിക്കുവല്ലേ? ഇയാളൊക്കെ കാരണം എന്റെ അബി ഇപ്പോഴും ജയിലിൽ കിടക്കുന്നേ. അത് ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല, ഈ കുടുംബത്തിലെ ഒറ്റ ഓണത്തിന് എന്നൊക്കെ പറഞ്ഞോണ്ട് നവ്യെ ചീറുവാണ്. അപ്പോഴേക്കും ദേവേനി പറഞ്ഞു, നവ്യെ നീ വെറുതെ ഇപ്പൊ കിടന്ന് എഴുതാപ്പുറം വായിക്കരുത്. ഇതുപോലെ ഇവിടെ കിടന്ന് ചീറി ഒരുത്തിയുണ്ടായിരുന്നു അനാമിക. എന്നിട്ട് ഇപ്പൊ അവൾക്ക് എന്ത് സംഭവിച്ചു? അവള് പോയില്ലേ? അപ്പോഴേക്കും ജാനകി പറഞ്ഞു, അവളുടെ കള്ളത്തരങ്ങളൊക്കെ അറിയാൻ ഞാൻ വൈകി. കാരണം അവൾ എങ്ങനത്തെ പെണ്ണാന്ന് എനിക്ക് അറിയത്തുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇപ്പൊ അവളുടെ വീട്ടുകാരെ പോലും ഞാൻ വഴി വെച്ച് കണ്ടാൽ പോലും ഞാൻ മൈൻഡ് ചെയ്യാറില്ല. പക്ഷെ ഒരു കാര്യമുണ്ട് എടുത്തി, ആദർശ് ചെയ്ത തെറ്റ് അതൊരിക്കലും തെറ്റല്ലാതാവുന്നില്ല. ആദർശ് ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അംഗീകരിച്ചാൽ മതിയാവുള്ളൂ. അപ്പോഴേക്കും നവി പറഞ്ഞു, എങ്ങനെ അംഗീകരിക്കാനാ? എല്ലാരും ഈ നിൽക്കുന്നവിനെ സപ്പോർട്ട് ചെയ്തോണ്ടിരിക്കുമല്ലേ? ദേവേനി പറഞ്ഞു, സൂക്ഷിച്ച് സംസാരിക്കണം. ഇതാരാന്ന് എനിക്കറിയാവോ? ഇതേ ആദർശാണ്. ഓ പിന്നെ ഇങ്ങനെ ഞാൻ ചേട്ടാന്നൊക്കെ വിളിച്ചോണ്ടിരുന്നേ, ആദർശേട്ടാന്നൊക്കെ. പിന്നെ അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല. ഇനി എനിക്ക് വായി തോന്നിയതൊക്കെ വിളിക്കുക തന്നെ ചെയ്യും. അപ്പോഴേക്കും ആദർശ് പറഞ്ഞു, നിനക്ക് ഇഷ്ടമുള്ളതൊക്കെ വിളിച്ചോ, എന്നാലും എനിക്കൊരു പ്രശ്നമില്ല. പക്ഷെ അബിയുണ്ടല്ലോ, അവൻ തെറ്റ് ചെയ്തു, അതിനുള്ള ശിക്ഷ അവന് കിട്ടിയത്. ആ സമയത്ത് നബി പറഞ്ഞു, നിങ്ങൾക്ക് അസൂയ എന്നോട്. കാരണം എനിക്കറിയാം അബിയോട് നിനക്ക് ദേഷ്യമുണ്ട്. ഇത് കേട്ടപ്പോ ആദർശ്, എന്തിനു ദേഷ്യം? ആദ്യം നിങ്ങൾ കല്യാണം ആലോചിച്ച് എന്നെയല്ലേ, അപ്പൊ എന്നെ അബി തട്ടിയെടുത്തില്ലേ, അപ്പൊ അതിന്റെ ഒരു ദേഷ്യം കൊണ്ടാ നിങ്ങൾ ഇപ്പൊ ഇങ്ങനെ കാണിച്ചോണ്ടിരിക്കുന്നത്. അബിക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുത്തേ, അല്ലെങ്കിൽ അബിയെ നിങ്ങൾക്ക് വേണം ജയിലിൽ നിന്ന് പുറത്തിറക്കാൻ ശ്രമിക്കായിരുന്നു, ജാമ്യത്തിൽ ഇറക്കാൻ നോക്കായിരുന്നു. പക്ഷെ അതൊന്നും നിങ്ങൾ നോക്കിയില്ല. അതിന് കാരണം നിങ്ങൾ തന്നെയാ. നിങ്ങൾ ചിലപ്പോ അബിയോടുള്ള ദേഷ്യം തീർത്താ. അപ്പോഴേക്കും കാരണം കിട്ടാൻ നോക്കിയിരിക്കുമായിരുന്നു ജലജ പറഞ്ഞു, അതേ മോളെ, കാരണം ഇവനേക്കാളും കൂടുതൽ സുന്ദരൻ അബിയല്ലേ, അതിന്റെ അസൂയ ഇവന് പണ്ട് മുതലേ ഉണ്ട്. അത് കേട്ട് കഴിഞ്ഞപ്പോ ദേവേനിയൊക്കെ ഒന്ന് ചിരിക്കുവാണ്. അപ്പോഴേക്കും നബി പറഞ്ഞു, അധികം ചിരിക്കുവൊന്നും വേണ്ട, എന്നെ ഇയാൾക്ക് കിട്ടാത്തന്നെ ദേഷ്യമുണ്ട്. ആ സമയം ദേവേനി പറഞ്ഞു, അതുകൊണ്ട് എന്താ, ഞങ്ങൾക്ക് അതിൽ സന്തോഷമുള്ളൂ നിന്നെ കിട്ടാത്തോണ്ട്. കാരണം നയനെ പോലെ നല്ലൊരു മോളെ എനിക്ക് കിട്ടിയില്ലേ. പിന്നെ ഇനിയിപ്പോ അത് പറഞ്ഞാൽ മതിയല്ലോ. ഞാൻ പറയൂടി, എപ്പോഴാളും ഞാൻ അത് തന്നെ പറയും. കാരണം നയന നല്ലൊരു മരുമോള് മാത്രമല്ല, നല്ലൊരു മോളും കൂടെയാ. ഈ കുടുംബത്തിൽ എങ്ങനെയാ എന്താന്നൊക്കെ എനിക്ക് നല്ല വ്യക്തമായിട്ടറിയാം. പിന്നെ ബാക്കി എല്ലാവരുടെ സ്വഭാവം എനിക്കും നന്നായിട്ട് അറിയാന്ന് പറയണം. ഈ സമയത്ത് ആദർശ് പറഞ്ഞു, മതിയുമേ, ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കം വേണ്ടാന്ന് പറഞ്ഞ് ആദർശ് അങ്ങോട്ട് കയറിപ്പോയി. അപ്പോഴേക്കും നല്ല ദേഷ്യത്തോടു കൂടി നബി പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിങ്ങളെല്ലാരും ഈ കുടുംബത്തില് സുഖിക്കാൻ ഞാൻ വിടുമെന്ന് കരുതുന്നുണ്ടോ? ഒരിക്കലുമില്ല. ഒരു സുഖജീവിതം നിങ്ങൾക്ക് ആർക്കും ഉണ്ടാകാൻ പോകുന്നില്ല എന്റെ അബി ജയിലിൽ കിടക്കുന്ന സമയം. പിന്നെ ഈ കുടുംബത്തിലേക്ക് നന്ദു എന്ന് പറയുന്ന ഒരുത്തി ഒരിക്കലും ഇനി മരുമോളായിട്ട് വരാനും പോകുന്നില്ല. എന്ത് വേണമെന്ന് എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നവി അങ്ങോട്ട് ഒരു കൊടുങ്കാറ്റ് പോലെ കയറി പോവാണ്. അപ്പോഴേക്കും ജാനകി പറഞ്ഞു, അതെ അവള് പറഞ്ഞാലും കാര്യമുണ്ട്. നന്ദു ഈ വീട്ടിലേക്ക് വരാൻ പോകുന്നില്ല ഏട്ടത്തി, അതിന് ഞാനും സമ്മതിക്കത്തില്ല. ഇനിയിപ്പോ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി, അത് നടക്കാൻ പോകുന്ന കാര്യമില്ലെന്നും പറഞ്ഞിട്ട് ജാനകി അങ്ങോട്ടേക്ക് പോയി. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.